മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വയനാട് ദുരന്തം ഇന്നും തീരാ നോവായി കേരളത്തിന്. വാർത്തകൾ വിശദമായി. മാനുഷിക സ്വപ്നങ്ങൾ നിമിഷങ്ങൾക്കകം തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാടിന്റെ അവസ്ഥകൾ പരിഹരിക്കാനാകാതെ ഭരണപ്രതിപക്ഷ നേതൃത്വങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണോ? തന്റെ പ്രിയപ്പെട്ടവർ അകാലത്തിൽ പൊലിഞ്ഞതിന്റെ വേദനയിൽ ദുരിതപൂർണമായിട്ടെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ദുരന്ത ഭൂമിയിലെ ജനതയുടെ കാഴ്ചകൾ ഇന്നും ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നു. 400 കുടുംബങ്ങളാണ് ഇവിടെ അനാഥമായത്. കേരളീയ ജനത 740 കോടി രൂപ സർക്കാരിന് പിരിച്ചുകൊടുത്തു. പക്ഷേ ദുരന്തബാധിത പ്രദേശത്തെ പുനർനിർമ്മാണം വൈകുന്നു. എന്തുകൊണ്ട്? ദുരന്തത്തിൽ അവശേഷിക്കുന്നവർ വാടക വീടുകളിൽ വാടക കൊടുക്കുവാൻ പോലും കഴിയാതെ പട്ടിണിയിലും ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും പോകാൻ കഴിയാതെ ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു ജനതയുടെ സാമ്പത്തിക കടബാധ്യതകൾ കൂടി അവരെ വേട്ടയാടുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യമായി അവരുടെ പകച്ചു നിൽക്കുന്ന മുഖങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഏറെ വേദനിപ്പിക്കുന്നു. രാഷ്ട്രീയ വാർത്തകൾ ഒഴികെ എല്ലാ ജനകീയ വിഷയങ്ങളും, സാമൂഹ്യ വിഷയങ്ങളും, കലാസാംസ്കാരിക വിഷയങ്ങളും, സഭാ വാർത്തകളും ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നതാണ്. ബ്രൈറ്റ് ന്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.